ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇസ്ലാമിക് കാലിഗ്രാഫിയുടെ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈനിൻ്റെ ഒരു വ്യൂ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് പല ഡിസൈനിലും നമുക്ക് കാലിഗ്രാഫി ചെയ്യാം. അറബി കാലിഗ്രാഫി മാത്രമല്ല, നമുക്ക് ഒരുപാട് ഭാഷകളിലും കാലിഗ്രാഫി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണത്. ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഞാൻ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു 8-9 മാസമായിട്ട് ഞാൻ സെയിൽസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചെയ്ത ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാ എന്നുള്ളതിനാണ് കൂടുതൽ എനിക്ക് ഓർഡർ കിട്ടിയിരുന്നത്. അപ്പോൾ കൂടുതലും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പിക്ചറായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാലിഗ്രാഫി മാത്രമല്ല ഈ ഒരു ഡിസൈനിൽ ചെയ്യാൻ പറ്റുക. ക്രിസ്റ്റൽസ് വെച്ചിട്ട് ചെയ്യുന്നൊരു ഡിസൈനാണ്. ഇതിൻ്റെയൊക്കെ സീക്രട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിക്ചറുകളാണെങ്കിലും ഫ്ലവേഴ്സ്, അതുപോലുള്ള പിക്ചറുകൾ, അതുപോലെ വെൽക്കം, ഓം, അങ്ങനെയുള്ള ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഗ്ലാസ്സിൽ ചെയ്യുന്നൊരു വർക്കാണ് ഇത്. പ്ലെയിൻ ഗ്ലാസ്സിലാണ് ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട ഫ്രെയിം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വുഡ് കൊണ്ടുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ വൈറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ലിങ്കിൽ കയറിയിട്ടൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.